ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്ത ഡക്കോയിറ്റ് എ ലവ് സ്റ്റോറി എന്ന തെലുങ്ക് മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥ തുടങ്ങുന്നത് 2021 നായകനായ ഹരി ജയിലിൽ കിടക്കുകയായിരുന്നു. താൻ സ്നേഹിച്ചിരുന്ന സരസ്വതി എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റി അവൻ ആലോചിക്കുന്നു. അവനെ കാണാനായിട്ട് മുൻപ് അവന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന ഇഷാഖ് എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്. താൻ സ്നേഹിച്ചിരുന്ന സരസ്വതി എന്ന് പറയുന്ന പെൺകുട്ടിയെ അവൻ ജൂലിയറ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷെ അതേ പെൺകുട്ടി ഇവനോട് എന്തോ വലിയൊരു ചതി ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് അവൻ ഈ ജയിലിൽ കിടക്കുന്നത്. കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. 2005 കാണിക്കുന്നത്. നായകനായ ഹരിയും ജൂലിയറ്റ് എന്ന് അവൻ വിളിക്കുന്ന സരസ്വതിയും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും അവരത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവന്റെ പിറന്നാൾ ദിവസം അവൾ അവന് വേണ്ടിയിട്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് പോലും വെച്ചിരുന്നു. അതും അവളുടെ ഫാമിലിക്ക് അറിയാതെ. അവളുടെ ഫാമിലിയില് അവളുടെ ചേട്ടനായ രമേശും അമ്മയും മാത്രമേ ഉള്ളൂ. പക്ഷെ നേരത്തെ തന്നെ മരിച്ചുപോയതാണ്. ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് അവിടേക്ക് ഹരിയും വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജൂലിയറ്റിന്റെ സഹോദരൻ രമേശിന്റെ ഫ്രണ്ട് വന്നിട്ട് ഹരിയോട് പറയുന്നുണ്ട്, നിന്റെ ജാതി ഏതാണെന്ന് പറയാൻ. നിന്റെ സെക്കൻഡ് നെയിം പറഞ്ഞെങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. എന്നിട്ട് തീരുമാനിക്കണം നിന്റെ ബ്ലഡ് അടിയിൽ വെക്കണോ അതോ മുകളിൽ വെക്കണോ എന്ന്. ജൂലിയറ്റിന്റെ സഹോദരൻ രമേശിന് കുറച്ച് ജാതി വരെയുള്ള കൂട്ടത്തിലായിരുന്നു. എന്നാൽ ജൂലിയറ്റിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. ജാതി പേര് അറിയേണ്ട കാര്യമില്ലാന്നും ബ്ലഡ് ഗ്രൂപ്പ് മാത്രം അറിഞ്ഞാൽ മതിയെന്നും പറയുന്നു. ഹരി അവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അധികം ആരും ഇല്ലാത്തത് കാരണം ഹരി മാക്സിമം ആൾക്കാരെ അവിടേക്ക് എത്തിക്കുകയും ഒരുപാട് പേരെ കൊണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നും പോകുന്നതിന് മുമ്പ് അവനോട് അവൾ ഹാപ്പി ബർത്ത്ഡേ പറയുകയും ചെയ്യുന്നുണ്ട്. വീട്ടുകാരറിയാതെ അവർ രണ്ടുപേരും പ്രണയിക്കാൻ ആരംഭിച്ചു. പലയിടങ്ങളിലും വെച്ച് അവർ കാണുകയും ചെയ്യുന്നുണ്ട്. ഹരിക്ക് ബൈക്ക് മാത്രമേ ഓട്ടിക്കാൻ അറിയുമായിരുന്നുള്ളൂ. അവനെ കാർ ഓട്ടിക്കാൻ അവൾ ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ പോലും അവൻ നന്നായിട്ട് ഓടിക്കാറില്ല. ആ ഗ്രാമത്തിലുള്ള മല്ലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു അവൻ വാടകയ്ക്ക് താമസിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഹരിയുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയതാണ്. എന്റെ ഫാമിലി ഫോട്ടോ അവൻ ജൂലിയറ്റിനെ കാണിക്കുന്നു. ആ ഫോട്ടോയുടെ കൂടെ അവളുടെ ഫോട്ടോ കൂടി അവൻ ചേർത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നീയും എന്റെ ഫാമിലിയാണെന്ന്. പലതവണയും കാർ ഓടിക്കാൻ അവൾ അവനെ പഠിപ്പിച്ചെങ്കിലും പലപ്പോഴും അവൻ കൊണ്ടുപോയി ആക്സിഡന്റ് ആക്കും. ജൂലിയറ്റിന് ആസ്മയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വല്ലാതെ ആൻസൈറ്റിയും വരും. ആ സമയം അവളെ കെയർ ചെയ്യുന്നത് അവനായിരുന്നു. ജൂലിയറ്റ് ഡൽഹിയിലേക്ക് പോയി MBBS ചെയ്യാനിരിക്കുകയാണ്. അവളുടെ വീട്ടുകാർ ഇവരുടെ വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു നിലയിലെത്തണം. അതിനു വേണ്ടിയിട്ടായിരുന്നു അവൾ ഈ വണ്ടി ഓടിക്കാൻ അവനെ പഠിപ്പിക്കുന്നത്. വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ട്രാവൽസ് തുടങ്ങാമെന്നും അതിലൂടെ നിനക്ക് അത്യാവശ്യം കാശ് സമ്പാദിക്കാമെന്നുമായിരുന്നു അവൾ അവനോട് പറയുന്നത്. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഇനി ട്രാവൽസ് ഒന്നും തുടങ്ങിയില്ലെങ്കിലും നിന്റെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും ഒളിച്ചോടിയെങ്കിലും നമുക്ക് വിവാഹം കഴിക്കാമെന്ന്. എന്നാൽ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി വിവാഹം കഴിക്കണമെന്നതായിരുന്നു ജൂലിയറ്റിന്റെ ആഗ്രഹം. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞതും ജൂലിയറ്റിന്റെ പിറന്നാൾ വരുന്നു. അമ്പലത്തിൽ വെച്ച് ഹരി അവളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ഫാമിലി അമ്പലത്തിലുള്ളത് കാരണം അവരാരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മല്ലിയായിരുന്നു അവർ ഏർപ്പാടാക്കിയത്. മല്ലി അവർക്ക് കാവലായിട്ട് നിൽക്കുന്നു. എന്റെ പിറന്നാളിന്റെ സമ്മാനം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, സമ്മാനമൊക്കെ വീട്ടിലുള്ളത്, നീ അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ തരാമെന്ന്. ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്നും പോകുന്നത്. പക്ഷെ അതിനിടയ്ക്ക് മല്ലിയെ നമ്മുടെ ജൂലിയറ്റിന്റെ സഹോദരൻ രമേശ് കാണുന്നുണ്ട്. താഴ്ന്ന ജാതിക്കാരൊക്കെ എന്തിനാ ഈ അമ്പലത്തിൽ കയറുന്നെന്ന് ചോദിച്ചിട്ട് അവൻ അവളെ വഴക്ക് പറയുന്നു. ദേഷ്യം വന്ന മല്ലിയാകട്ടെ അവനോട് വഴക്കിടുന്നുണ്ട്. ജാതിയെ പറ്റി സംസാരിക്കേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ജൂലിയറ്റിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഹരി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആകെ സങ്കടത്തോടു കൂടി മല്ലി വീട്ടിലെത്തിയെങ്കിലും സർപ്രൈസ് ഒരുക്കുന്നതിന് തിരക്കിലായിരുന്നു ഹരി. തൽക്കാലം അവനോട് അതൊന്നും പറയണ്ടെന്ന് അവൾ കരുതി. അവന്റെ കൂടെ ജൂലിയറ്റിന് വേണ്ടിയിട്ട് സർപ്രൈസ് ഒരുക്കാൻ മല്ലിയും കൂടി. ജൂലിയറ്റിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്കറ്റ് ഹരി വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്തു പോയി അവിടെ കിടക്കുന്ന ചെയർ എടുത്ത് വരാൻ മല്ലിയോട് അവൻ പറയുന്നു. എന്നാൽ പുറത്തേക്ക് പോയ മല്ലിയാകട്ടെ അവിടെ ഒളിച്ചിരുന്ന രമേശിന്റെ ആൾക്കാരെ കൈയോടെ പിടിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ബഹളം കേട്ട ഹരി ഓടിച്ചെല്ലുമ്പോൾ കാണുന്നത് രമേശ് മല്ലിയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. രക്ഷിക്കാൻ ഓടി വന്ന ഹരിയുടെ ബാക്കിലും അവർ അടിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ അവൻ അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യുകയും മല്ലിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച രമേശിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ജൂലിയറ്റ് അവിടേക്ക് വരുന്നത്. തന്റെ ചേട്ടനെ കൊന്നിട്ട് നിൽക്കുന്ന ഹരിയെ കണ്ടതും അവൾ ആകെ തകർന്നുപോയി. പക്ഷെ മല്ലിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവനത് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ടും അവൾ അവനെതിരെ തന്നെ കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എനിക്കിവൻ ആരാണെന്ന് അറിയില്ല എന്ന് പറയുന്നു. തന്റെ ചേട്ടനെ കൊന്നത് ഇവനാണെന്ന് പറയുന്നു. ആ സംഭവത്തിന് ശേഷം മല്ലി ആരും കണ്ടിട്ടില്ല. അവൾ നാട് വിട്ടുപോയി. അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കേസ് പോലും ഹരിയുടെ തലയിലാണ് വന്നത്. അങ്ങനെ റേപ്പ് കേസും മർഡർ കേസും കൂടെ ആയതോടുകൂടി അവൻ ജയിലിലായി. 13 വർഷമായിട്ട് അവൻ ജയിലിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് താൻ സ്നേഹിച്ച ഒരുപാട് വിശ്വസിച്ച ജൂലിയറ്റ് തനിക്കെതിരെ മൊഴി കൊടുത്തതെന്നും തന്നെ ചതിച്ചതെന്നും അവൻ അറിയില്ലായിരുന്നു. അവളോട് പകരം വീട്ടാൻ ഹരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കോവിഡിന്റെ സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ തമ്മിലുള്ള സമ്പർക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കുറ്റവാളികളെ മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം മുതലെടുത്ത് രക്ഷപ്പെട്ടു പോകാനായിരുന്നു ഹരിയുടെ ശ്രമം. അതിനവനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇഷാഖ് ബായ് ആയിരുന്നു. കുറ്റവാളികളെ കൊണ്ട് പോകുന്ന വണ്ടി കേടാക്കുകയും റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് വെച്ചിട്ട് അത് നിന്നു പോവുകയും ചെയ്യുന്നു. ട്രെയിൻ വന്നിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുറ്റവാളികളെല്ലാം പോലീസുകാർ പുറത്തേക്ക് ഇറക്കുന്ന തക്കം നോക്കി നമ്മുടെ ഹരി രക്ഷപ്പെടുന്നു. ഇഷാഖ് ബായ് പറഞ്ഞിട്ട് പോലീസുകാരിൽ ഒരാളും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. വലിയൊരു കുറ്റവാളി രക്ഷപ്പെട്ടു പോയതോടുകൂടി പോലീസുകാരെല്ലാം ആകെ ടെൻഷനിലായി. എത്രയും പെട്ടെന്ന് ഹരിയെ പിടിക്കാനുള്ള ഓർഡർ ആയിരുന്നു അവർക്ക് മുകളിൽ നിന്ന് കിട്ടിയത്. SI ജാനകിയും കൂട്ടരും ഹരിയെ ട്രാക്ക് ചെയ്ത് അവനുള്ള സ്ഥലത്തേക്ക് വരുന്നു. അവനൊരു ബാറിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ജാനകിയെ കത്തുമുനയിൽ നിർത്തി പേടിപ്പിച്ചിട്ട് ഹരി അവിടെ നിന്നും കടന്നു കളഞ്ഞു. ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയത് കാരണം ഇഷാഖ് ബായ് പറഞ്ഞ പ്രകാരം ഹരി
ദുബായിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ മുംബൈയിൽ നിന്നും ദുബായിലേക്ക് കടൽ മാർഗം പോകണമെങ്കിൽ നല്ലൊരു തുക ചെലവാകും. ഏകദേശം 70 ലക്ഷം രൂപ വേണം. അത് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചെങ്കിലേ പറ്റൂ. ഇഷാഖ് ഭായിയുടെ കയ്യിൽ 10 ലക്ഷം ഉണ്ട്. ബാക്കി 60 ലക്ഷം എവിടെ നിന്നെങ്കിലും മോഷ്ടിക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. പക്ഷേ ഇതിനെല്ലാം മുന്നേ തനിക്കൊരാളെ കാണണമെന്ന് പറഞ്ഞിട്ട് ഹരി അവിടെ നിന്നും ഇറങ്ങുന്നു. അവൻ ജൂലിയറ്റിനെ കാണാനാണ് പോയത്. അവൻ അവളുടെ വീടിന്റെ ഓപ്പോസിറ്റുള്ള കടയിലേക്ക് പോയി നിന്ന് അവളുടെ വീട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയം അവൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പഴയ പോലെയൊന്നും ആയിരുന്നില്ല. അവൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. കൂടാതെ അവളുടെ കൂടെ ഒരു കൊച്ചു പെൺകുട്ടിയുമുണ്ട്. അത് അവളുടെ മകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിന്നി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. വർഷങ്ങൾക്ക് മുമ്പേ അവളുടെ വിവാഹം ഭാസ്കർ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ കഴിഞ്ഞിരിക്കുന്നു. താൻ സ്നേഹിച്ച പെൺകുട്ടി തന്നെ ചതിക്കുകയും ചെയ്തു. മറ്റൊരാളുടെ കൂടെ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. ഇതെല്ലാം ഓർക്കുമ്പോൾ ഹരിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളെ ഫോളോ ചെയ്തു പോകുന്ന ഹരി എത്തുന്നത് കരുണ ഹോസ്പിറ്റലിലേക്കായിരുന്നു. അവിടെ എത്തുമ്പോഴാണ് ഹരിക്ക് മനസ്സിലാകുന്നത് ജൂലിയറ്റിന്റെ ഹസ്ബൻഡ് ഭാസ്കർ അവിടെ ഐസിയുയിൽ കിടക്കുകയാണെന്ന്. സുമലാതെ കിടക്കുന്ന ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം സമ്പാദിക്കാനായിരുന്നു ജൂലിയറ്റ് ഓടിക്കൊണ്ടിരുന്നത്. ഇത്രയും പെട്ടെന്ന് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് അവളോട് പറയുന്നുണ്ട്. അടുത്ത ലിസ്റ്റ് പ്രകാരം ഡോണറിനെ അവർക്ക് കിട്ടി. പക്ഷേ ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ 18 ലക്ഷം രൂപയെങ്കിലും വേണം. ഇൻഷുറൻസ് കവറേജിന്റെ കാര്യം നോക്കുമ്പോഴാകട്ടെ ഇൻഷുറൻസ് കമ്പനി അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത്രയും കാശ് എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് അവൾക്ക് ഒരു പിടിയുണ്ടായിരുന്നില്ല. അവളിപ്പോൾ താമസിക്കുന്ന വീട് പോലും ബാങ്കിൽ പണയത്തിലാണ്. ഓൾറെഡി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ബില്ലിന്റെ തുക പോലും അടയ്ക്കാൻ അവളെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന്റെ കൂടെ ഈ ശസ്ത്രക്രിയയുടെ കാശ് സംഘടിപ്പിക്കാൻ പറ്റാതെ ടെൻഷനായിരിക്കുന്ന അവളുടെ അടുത്തേക്ക് ഡോക്ടറും ആ ഡോണറിന്റെ മകളും വന്ന് പറയുന്നുണ്ട്, അച്ഛൻ ഓൾറെഡി കോവിഡ് വന്ന് മരിച്ചല്ലോ. അച്ഛൻ ഒരുപാട് പ്രായമുള്ളത് കാരണം ഹൃദയം മാറ്റിവെക്കാൻ പറ്റില്ല എന്നാ ഡോക്ടർ പറയുന്നതെന്ന്. ഇതോടെ ജൂലിയറ്റിന് എന്ത് ചെയ്യണമെന്നറിയാതെയായി. ഇനി പുതിയൊരു ഡോണറിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഈസിയല്ല. ഇത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് നടന്നെങ്കിലേ പറ്റൂ. അവൾ ആകെ തകർന്നിരിക്കുകയായിരുന്നു. ആ സമയം മറ്റൊരാൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ലിസ്റ്റ് പ്രകാരം ഇനി നിങ്ങൾക്ക് ഉടനെയൊന്നും ഡോണറിനെ കിട്ടില്ല. പക്ഷെ നല്ല കാശ് കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തു നിന്നും ഹൃദയം എത്തിച്ചു തരാം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തീരുമാനം പറയണം. ഏകദേശം 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാകും. ആ കാശ് 3 ദിവസത്തിനകം സംഘടിപ്പിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ശസ്ത്രക്രിയ ചെയ്യാമെന്നാണ് അയാൾ പറയുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ തകർന്നിരിക്കുകയായിരുന്നു. ഇതെല്ലാം തന്നെ ഹരി കാണുന്നുണ്ട്. താൻ അവളോട് റിവഞ്ച് എടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവൾക്ക് വേണ്ടി ശിക്ഷ കൊടുത്തു എന്ന് ഹരി കരുതുന്നു. പക്ഷെ ആ ഹോസ്പിറ്റലിൽ പോയ ഹരി മറ്റു ചില കാര്യങ്ങളും കൂടെ കാണുന്നുണ്ട്. ഈ കരുണ ഹോസ്പിറ്റലിൽ നേരത്തെ 2 ബ്രാഞ്ച് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കോവിഡ് ടൈമിൽ ഒരുപാട് പേഷ്യന്റുകൾ വരാൻ തുടങ്ങിയതോടുകൂടി അവരുടെ എല്ലാം കയ്യിൽ നിന്ന് നല്ല രീതിയിൽ ഈ ഹോസ്പിറ്റലുകാർ കാശ് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ പുതിയ പുതിയ ബ്രാഞ്ചുകൾ പലയിടങ്ങളിലും ആരംഭിച്ചു. ഇവർ പ്രകാരം അവയവങ്ങൾ ഡൊണേറ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ കയ്യിൽ നിന്നും ഈ ഹോസ്പിറ്റലുകാര് ലക്ഷങ്ങൾ കൊടുത്ത് അത് വാങ്ങിക്കും. എന്നിട്ടത് വലിയ തുകയ്ക്കാണ് മറ്റാൾക്കാർക്ക് കൊടുക്കുന്നത്. പേഷ്യൻസിനെ മുഴുവൻ അവിടെ ചൂഷണം ചെയ്യുന്നത് ഹരി നേരിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഇവർ അടിച്ചെടുക്കുന്ന കാശെല്ലാം തന്നെ അവിടുത്തെ ഫാർമസി റൂമിലാണ് സൂക്ഷിക്കുന്നതെന്നും ഹരി മനസ്സിലാക്കി. ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് ബാഗുമായിട്ട് ആൾക്കാര് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നുമുണ്ട്. ഇങ്ങനെ ഇല്ലീഗലായിട്ട് അവർ സമ്പാദിക്കുന്ന കാശിന് രേഖകളൊന്നുമില്ല. ആ കാശ് അടിച്ചു മാറ്റുകയാണെങ്കിൽ പോലീസ് കേസ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണമെന്ന് ഹരി ചിന്തിക്കുന്നു. അവർ അവിടെ നിന്നും അടുത്തതായിട്ട് ഇനി ഏത് ദിവസമാണ് കാശ് കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനെ ഹരി കാശ് കൊടുത്ത് തന്റെ കൂടെ നിർത്തുന്നു. ആ സ്ത്രീയാണ് ഇനി മുതൽ ഹരിക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പോകുന്നത്. അവൻ ഈ കാര്യങ്ങള് ഇഷാഖ് ഭായിയോടും പറയുന്നുണ്ട്. പക്ഷെ തനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല. നല്ലൊരു ഡ്രൈവറിനെ ആവശ്യമുണ്ട്. അവിടെ നിന്ന് ആ കാശ് എടുത്തുകൊണ്ട് മുങ്ങണമെങ്കിൽ തന്റെ കൂട്ടത്തിൽ ആരെങ്കിലും വിട്ടുതരാമെന്ന് ഇഷാഖ് ഭായ് പറഞ്ഞെങ്കിലും അത് വേണ്ട, തനിക്ക് ജൂലിയറ്റിനെ വേണമെന്നാണ് അവൻ പറയുന്നത്. ജൂലിയറ്റ് എന്തിനാ നിന്റെ കൂടെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനതൊരു റിവഞ്ച് ആയിട്ടായിരുന്നു കാണുന്നത്. തന്നെ ചതിച്ച അവളെ താനും ചതിക്കാൻ പോകുന്നു. അവൾക്കും കാശിന്റെ ആവശ്യമുണ്ട്. അവളെ കൂടെ നിർത്തി ഒരുമിച്ച് ആ പണം തട്ടിയെടുത്ത ശേഷം തനിക്ക് വേണ്ടുന്ന കാശെടുത്തിട്ട് ബാക്കി കാശുമായിട്ട് അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക. അവളും പുറം ലോകം കാണാൻ പാടില്ല. ജയിലിൽ തന്നെ കിടക്കണം. അതായിരുന്നു അവന്റെ പ്ലാൻ. ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള കാശുണ്ടാക്കാൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ജൂലിയറ്റ്. ചിന്നിയെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നതും പലപ്പോഴും വിളിച്ചുകൊണ്ട് വരുന്നതും അവളുടെ ഫ്രണ്ട് ശാന്തിയായിരുന്നു. അന്ന് അവൾ കാശിന് വേണ്ടി പലരെയും വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹരി അവിടേക്ക് വരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഹരിയെ കണ്ടതും ജൂലിയറ്റ് ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. എന്നോട് ചതി ചെയ്ത നിന്നെ ഞാൻ വെറുതെ വിടില്ലാന്ന് ദേഷ്യത്തോടെ അവൻ പറയുന്നു. എന്നാൽ അവൾക്ക് തിരിച്ച് അവനോടൊന്നും പറയാനും വയ്യായിരുന്നു. എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭാസ്കറും കുട്ടിയും കൂടിയുള്ള അവരുടെ ഫാമിലി ഫോട്ടോ കാണുമ്പോഴെല്ലാം തന്നെ അവന്റെ ഉള്ളിൽ ദേഷ്യം കൂടുകയായിരുന്നു. പഴയ ആസ്മയും ആൻസൈറ്റി എല്ലാം അവൾക്ക് ഇപ്പോഴും ഉണ്ടെന്ന് അവളുടെ അവസ്ഥയിൽ നിന്ന് അവൻ മനസ്സിലാക്കി. നീ ഒരുപാട് മാറിയിരിക്കുന്നു. പക്ഷെ നിന്റെ ഈ രോഗം മാത്രം ഇപ്പോഴും മാറിയിട്ടില്ല. പകരം വീട്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. പക്ഷെ ദൈവം തന്നെ നിന്റെ അവസ്ഥ ഇത്രയും മോശമാക്കിയിരിക്കുന്നു. ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. കാശില്ലാതെ നീ ഇങ്ങനെ ഓടി നടക്കുന്നു. കൂടാതെ ആ ഹോസ്പിറ്റലുകാരൻ നിന്നെ പറ്റിച്ചിരിക്കുന്നു. ഹോസ്പിറ്റലിൽ നടക്കുന്ന സ്കാമിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവൻ അവളോട് പറയുന്നു. അത് കേട്ടതും അവൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവൾ ആ ഡോണറായിട്ടുള്ള ആളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ആളുടെ മകൾ അവളോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന്. അവര് ഞങ്ങളുടെ അടുത്ത് അങ്ങനെ നിർബന്ധിച്ച് കാശ് തന്നപ്പോൾ ആ കാശ് ഞങ്ങൾ വാങ്ങിച്ചു പോയി. പക്ഷെ നിനക്കിത് എവിടെയും തെളിയിക്കാൻ പറ്റില്ല. ഒരു പ്രൂഫും ഇല്ല. നീ ഇതൊക്കെ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിന്നെയും വെറുതെ വിടില്ല. ജൂലിയറ്റിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. ഒടുവിൽ ഹരി പറയുന്ന ഡീലിന് അവൾ ഓക്കെ പറയുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്നും പണം മോഷ്ടിക്കണം. അതിന് അവന്റെ കൂടെ ഡ്രൈവറായിട്ട് അവള് വരണം. ആ സമയം ഹരിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ജാനകി തന്റെ അച്ഛനായ രാംബാബുവിന്റെ സഹായം തേടുന്നു. രാംബാബു അവിടുത്തെ CA ആയിരുന്നു. പക്ഷെ ഇപ്പോൾ മാലയിട്ടിരിക്കുന്നത് കാരണം അയാൾ തോക്ക്
തോക്കെടുക്കുകയോ യൂണിഫോം ഇടുകയോ ചെയ്യില്ല. അയാൾ വ്രതത്തിലായിരുന്നു. എന്നാലും അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് അയാൾ സമ്മതിക്കുന്നു. പ്ലാൻ ചെയ്ത പ്രകാരം ഹരിയെ കൂട്ടാൻ വേണ്ടിയിട്ട് വണ്ടിയുമായിട്ട് ജൂലിയറ്റ് വരുന്നുണ്ട്. വണ്ടിയിലിരുന്ന അവളുടെ മകളെ ഹരി പരിചയപ്പെടുന്നു. പോകുന്ന വഴിക്ക് മകളെ സ്കൂളിലാക്കുമ്പോൾ ആ കുട്ടിയാകട്ടെ അവളോട് പറയുന്നുണ്ട്, കഴുത്തിൽ കിടക്കുന്ന മാല കാരണം വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാകുന്നുവെന്ന്. അച്ഛൻ തന്ന മാല നിനക്ക് ഇടണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടതല്ലേ, തൽക്കാലം ഊരി തന്നേക്ക്, വൈകുന്നേരം തരാമെന്ന് പറഞ്ഞിട്ട് ജൂലിയറ്റ് മകളുടെ കഴുത്തിൽ നിന്നും ആ മാല ഊരി തന്റെ കോട്ടിന്റെ പോക്കറ്റിലേക്ക് ഇടുന്നു. അതിനുശേഷം ഹരി പറഞ്ഞ പ്രകാരം കാശ് തട്ടിയെടുക്കാൻ അവർ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് തങ്ങളുടെ വണ്ടി മാറ്റി മറ്റൊരു വണ്ടി അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഹരിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും കുറച്ച് കാശും തട്ടിയെടുത്ത് ബാക്കിയുള്ള കാശുമായിട്ട് ഇവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമെന്നായിരുന്നു. കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് കാറ് കൊണ്ടുപോയി നിർത്തിയിട്ട് മിണ്ടാതെ ഇരിക്കാൻ അവളോട് അവൻ പറഞ്ഞു. ആ സമയം ആ ഹോസ്പിറ്റലിന്റെ സിഇഒ ആയ സോളമൻ ഇല്ലീഗലായിട്ട് അവർ സമ്പാദിച്ച കാശുമായിട്ട് അവിടെ നിന്നും ആൾക്കാരുടെ കൂടെ പോവുകയായിരുന്നു. എന്നാൽ തോക്കും കൊണ്ടുപോയി ഹരി അവരെയെല്ലാം ഭീഷണിപ്പെടുത്തുകയും അവരുടെ കയ്യിൽ നിന്ന് ആ കാശ് തട്ടിയെടുക്കുകയും ചെയ്യുന്നു. അവരെയെല്ലാം ഒരു ആംബുലൻസിലേക്ക് അവൻ പേടിപ്പിച്ച് കയറ്റിയ ശേഷം ആ ആംബുലൻസ് പുറത്തുനിന്നും പൂട്ടുന്നുണ്ട്. പക്ഷെ ഒരാൾ മാത്രം ഇവരുടെ കാറിന്റെ പിറകെ വന്ന് അവരുടെ കയ്യിൽ നിന്നും ആ പണമെല്ലാം തട്ടിപ്പറിച്ചെടുക്കുന്നു. പണമെല്ലാം തന്നെ അവിടെ തറയിലെല്ലാം വീണു. ഒരു പൈപ്പ് പൊട്ടിയത് കാരണം ആ പണത്തിലെല്ലാം തന്നെ വെള്ളം വീഴുകയും ചെയ്തു. ആ ഒരു പിടിവലിക്കിടെ അവരുടെ വണ്ടി ആക്സിഡന്റ് ആയി. വീണ്ടും വണ്ടി സ്റ്റാർട്ടാക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല. തറയിൽ കിടന്ന പണമൊക്കെ എങ്ങനെയൊക്കെയോ വാരിയെടുത്ത് അതുമായിട്ട് അവിടെ ഒഴിഞ്ഞുകിടന്ന മറ്റൊരു ആംബുലൻസിൽ കയറി അവർ രക്ഷപ്പെട്ടു പോകുന്നു. പിടിവലിക്കിടെ ഒരുപാട് പണം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ബാഗിൽ കുറച്ച് പണം മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് പണവും കൊണ്ട് ഹരി രക്ഷപ്പെട്ടിട്ട് ഇവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനായിരുന്നു അവന്റെ പ്ലാനിങ്. എന്നാൽ ഇവരുടെ പിറകെ ആ ഹോസ്പിറ്റലിലെ ആൾക്കാർ വരുന്നുണ്ട്. ഇവരുടെ ആംബുലൻസ് വരുന്നത് കാരണം പോലീസുകാര് അത് ചെക്ക് ചെയ്യാൻ നിന്നില്ല. അവർ സൈറനിട്ട് മുന്നേ തന്നെ പോയി. ബാക്കിയുള്ള വണ്ടികളെല്ലാം തന്നെ അവർ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ മറ്റൊരു വഴിയില് മറ്റൊരു ആംബുലൻസിൽ ആ ഹോസ്പിറ്റലിലെ കുറച്ച് ആൾക്കാർ വന്ന് ഇവരുടെ വണ്ടിയിൽ ഇടിക്കുന്നു. എന്നാൽ ആ വണ്ടി ഇടിച്ചിട്ട ശേഷം ഹരിയും ജൂലിയറ്റും അവിടെ നിന്നും കടന്നു കളഞ്ഞു. പക്ഷെ ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് രാംബാബുവും കൂട്ടരും വരുന്നുണ്ട്. അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ പണം അന്വേഷിച്ച് സോളമനും. രാംബാബുവിന് ഏകദേശം കാര്യം മനസ്സിലായി. കാരണം അവിടെയെല്ലാം തന്നെ കുറച്ച് പണം ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഒരു ആംബുലൻസിലേക്ക് മറ്റൊരു ആംബുലൻസ് വന്ന് ഇടിച്ചിരിക്കുന്നു. ഇവരുടെ അടുത്തു നിന്നും പണവുമായിട്ട് രക്ഷപ്പെട്ടു പോയ ആൾക്കാരെ പിടിക്കാനാണ് ഇവരുടെ ആൾക്കാർ വന്നതെന്ന് രാംബാബുവിന് മനസ്സിലായി. ഇല്ലീഗലായിട്ട് ഇവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് രാംബാബുവിന് സംശയം തോന്നിയതോടുകൂടി സോളമന്റെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കണമെന്ന് രാംബാബു ഉറപ്പിച്ചു. രാംബാബുവിന്റെ കൂടെ പ്രസാദ് എന്ന് പറയുന്ന മറ്റൊരു പോലീസുകാരൻ കൂടി ഉണ്ടായിരുന്നു. അയാളാകട്ടെ ശരിക്കും ഈ സോളമന്റെ ആളാണ്. പക്ഷെ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയ ജൂലിയറ്റിനും ഹരിക്കും വേണ്ടത്ര പണം അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 5 ലക്ഷം രൂപ മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ. അത്രയും പണം പോരാ, ഇനിയും ഒരുപാട് കാശ് വേണം. അത് കാരണം ഇതേ ഹോസ്പിറ്റലിന്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചിൽ നിന്നും അവർ പണം മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഇൻഫർമേഷൻ കൊടുക്കാൻ ആ നേഴ്സ് ഉണ്ടായ സ്ഥിതിക്ക് പണം ഇരിക്കുന്ന സ്ഥലമെല്ലാം തന്നെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ഥലത്ത് നിന്നും പണം എടുത്ത് അവർ രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങുന്നതും അവിടെയുള്ള സെക്യൂരിറ്റീസ് അവരെ പിടിക്കാൻ ശ്രമിക്കുന്നു. അവരുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ ഹരിയുടെ കയ്യിലെ തോക്ക് താഴേക്ക് തെറിച്ചു പോകുന്നു. ഹരി അവരെല്ലാവരും ചേർന്ന് പിടിച്ചിരിക്കുകയാണ്. എന്നാൽ ആ സമയം അവന്റെ കൺമുന്നിലൂടെ ജൂലിയറ്റ് ബാഗ് എടുത്തുകൊണ്ട് താഴേക്ക് ഓടുന്നു. പണ്ടവൾ തന്നെ ഒരു തവണ ചതിച്ചതാണ്. അതുപോലെ ഇവിടെയും തന്നെ ചതിച്ചിട്ട് അവൾ രക്ഷപ്പെടുകയാണെന്ന് ഹരിക്ക് തോന്നാൻ തുടങ്ങി. അവൻ ശരിക്കും ഇമോഷണലി വല്ലാതെ വീക്കാകുന്നു. എന്നാൽ അവന്റെ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവൾ തിരിച്ചു വരുന്നു. താഴെ വീണ തോക്കെടുക്കാനായിരുന്നു അവൾ പോയത്. ആ തോക്ക് കാണിച്ച് അവരെ എല്ലാം പേടിപ്പിച്ചിട്ട് ഹരി അവരുടെ കയ്യിൽ നിന്നും അവൾ രക്ഷിക്കുന്നു. താൻ വിചാരിച്ച പോലെ അവൾ അത്ര ക്രൂരയൊന്നുമല്ല എന്ന് അവന് മനസ്സിലായി. വേണമെങ്കിൽ അവൾക്ക് ഈ കാശുമായിട്ട് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. എന്നാൽ അവൾ അവനെയും രക്ഷിക്കാൻ കൂടെ നിന്നിരിക്കുന്നു. അവിടെ നിന്നും അവർ അടുത്തുള്ള ഒരു മാർക്കറ്റിലേക്കാണ് ഓടിക്കയറുന്നത്. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ഇവരെ അന്വേഷിച്ച് 4 പാടും പോലീസുകാർ നടക്കുകയാണ്. ജയിലിൽ ചാടിയ ഹരി തന്നെയാണ് ഈ മോഷണ ശ്രമത്തിന് പിന്നിലെന്നും പോലീസുകാർക്ക് ഏകദേശം മനസ്സിലായി. പക്ഷെ കൂടെയുള്ള ആൾ ആരാണെന്ന് മാത്രം പോലീസുകാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മാർക്കറ്റിന്റെ ഒരു സൈഡിലായിട്ട് ഇവർ ഒളിച്ചിരിക്കുകയാണ്. ചുറ്റും പോലീസുകാർ നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഹരിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നും എത്രയും പെട്ടെന്ന് കീഴടങ്ങണമെന്നും. ഓടി ശരിക്കും ജൂലിയറ്റ് തളർന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനി നീ ഓടേണ്ട കാര്യമില്ല എന്ന് ഹരി പറയുന്നു. ഹരിയെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടിയിട്ട് ആ രാംബാബു ആകട്ടെ മൈക്കിലൂടെ അവനോട് വിളിച്ചു പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നീ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതാണ്. പോരാഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ സഹോദരനെ കൊല്ലുകയും ചെയ്തു. നീ കൊല ചെയ്ത ആളുടെ സഹോദരി നിനക്കെതിരെ ധൈര്യമായിട്ട് മൊഴി കൊടുക്കുകയും നീ ജയിലിലാവുകയും ചെയ്തു. നിന്നെപ്പോലുള്ള ക്രൂരന്മാരൊന്നും ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ മെന്റലി തളർത്തുകയായിരുന്നു രാംബാബു ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം കേട്ട ഹരിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പഴയ കാര്യങ്ങളെല്ലാം അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ജൂലിയറ്റ് അവനെ ചതിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് വന്നതോടുകൂടി അവൻ പെട്ടെന്ന് അവളെ തള്ളിയിട്ട ശേഷം ആ ബാഗുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പോകുന്ന വഴിക്ക് വെറുതെ തറയിലേക്ക് 2-3 തവണ അവൻ വെടിയുതിർക്കുന്നുണ്ട്. അവളിട്ടിരുന്ന റെയിൻകോട്ട് ഊരിയെടുത്തുകൊണ്ടായിരുന്നു അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയത്. വെടിവെച്ച് കേട്ട് ആൾക്കാരെല്ലാം ഓടുന്നതിന്റെ ഇടയ്ക്ക് പോലീസുകാർക്ക് ഇവനെ പിടിക്കാനും പറ്റുന്നില്ല. തിക്കിലും തിരക്കിലും പെട്ട് ജൂലിയറ്റ് താഴേക്ക് വീഴുന്നു. എന്നാൽ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനോ രക്ഷിക്കാനോ നിൽക്കാതെ അവളുടെ കൺമുന്നിൽ നിന്നും ഒരു ബൈക്കിൽ കയറി ഹരി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പോകുന്ന വഴിക്ക് ഹരിയെ രാംബാബു കൈയോടെ പിടിച്ചെങ്കിലും ഹരി അയാളെ തിരിച്ചടിക്കുന്നു. മാലയിട്ടിരിക്കുന്നത് കാരണം അയാൾക്ക് തോക്കെടുക്കാനും വയ്യ. അയാളെ തള്ളിയിട്ട ശേഷം കാശുമായിട്ട് ഹരി അവിടെ നിന്നും പോയി. പക്ഷെ ആ സമയം അവിടെ ഒരു ഷോള്
കൂടി കിടക്കുന്നത് അയാൾ കാണുന്നു. ഇങ്ങോട്ട് ഊരിയെടുക്കുന്നതിന്റെ ഇടയ്ക്ക് ജൂലിയറ്റിന്റെ ഷോള് കൂടി ഹരിയുടെ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നു. അതോടുകൂടി രാംബാബുവിന് മനസ്സിലായി ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കൂട്ടാളി ഒരു പെണ്ണാണെന്ന്. മാർക്കറ്റിൽ നടന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തപ്പോൾ അയാളുടെ മനസ്സിലേക്ക് ജൂലിയറ്റിന്റെ മുഖം വരുന്നു. എന്നാലും കാര്യങ്ങളൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ CCTV പരിശോധിക്കാൻ അയാൾ എത്തിയെങ്കിലും അതിനു മുമ്പ് തന്നെ സോളമൻ അതെല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പണം ഇവിടെ നിന്നും ഇവർ തട്ടിയെടുത്തുകൊണ്ട് പോയി എന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. പോലീസുകാര് പ്രൂഫ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് കാശ് സമ്പാദിക്കുന്നതിന്റെ പേരിൽ സോളമൻ ഉൾപ്പെടെ അകത്ത് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു റോബറി നടന്നതായിട്ട് പോലീസുകാരെ ഇവർ അറിയിക്കുന്നില്ല. സോളമനെ സംബന്ധിച്ച് പോലീസുകാരുടെ കയ്യിൽ ഒരു കാരണവശാലും കാശ് തട്ടിയെടുത്തവർ പിടിക്കപ്പെടാനും പാടില്ല. അതിനു മുമ്പ് അവരെ എങ്ങനെയെങ്കിലും സോളമന് പിടിക്കണം. കാരണം അവരെ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ ഈ കള്ളത്തരങ്ങള് പോലീസുകാർ അവരിൽ നിന്നും അറിയും. ഹരിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ജാനകിയും രാംബാബു എടുക്കുന്നു. അതിൽ നിന്നും ഒരു തവണ ഹരിയെ വിസിറ്റ് ചെയ്യാൻ ജയിലിലേക്ക് മല്ലി വന്നിട്ടുണ്ടായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കി. മല്ലിയെ തേടി അവർ പോകുന്നുണ്ട്. അവിടെ വെച്ചാണ് മല്ലിയിൽ നിന്നും ഹരിയെ പറ്റിയുള്ള പല കാര്യങ്ങളും അവർ അറിയുന്നത്. മറ്റൊരു സൈഡില് ഹരിയാകട്ടെ പണവുമായിട്ട് നേരെ ഇഷാഖ് ഭായിയുടെ അടുത്തെത്തുന്നു. അവന് വേണ്ടുന്ന കാശ് എടുത്ത ശേഷം ബാക്കി കാശ് എങ്ങനെയെങ്കിലും ബാങ്കിലിട്ട് അതിന്റെ ATM കാർഡ് ജൂലിയറ്റിനെ ഏൽപ്പിക്കണമെന്ന് ഇഷാഖ് ഭായിയോട് അവൻ പറയുന്നു. നീ അപ്പോൾ അവളോട് പകരം വീട്ടുന്നില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് അവളോട് പകരം വീട്ടാനൊന്നും തോന്നുന്നില്ല എന്ന്. ഞാൻ മാർക്കറ്റിൽ വെച്ചിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി കൂടി തന്നെയാണ് അവളെ ഇവിടെ തള്ളിയിട്ടിട്ട് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടത്. അവളും എന്റെ കൂടെ വരികയാണെങ്കിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവളും അകത്താകും. ഹോസ്പിറ്റലിൽ വെച്ച് അവളെന്നെ ചതിച്ചിട്ട് പോകുന്ന ഞാൻ കരുതിയത്. പക്ഷെ അവൾ എന്നെ രക്ഷിച്ചു. എന്റെ ഉള്ളിൽ ഇപ്പോഴും അവളോടുള്ള ഇഷ്ടമുണ്ട്. പണ്ട് അവൾ എന്നെ ചതിച്ചതിന്റെ ഒരു ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ ഇങ്ങനെ പകയായിട്ട് കൊണ്ടു നടന്നത്. പക്ഷെ എനിക്കൊരിക്കലും അവളെ വെറുക്കാൻ സാധിക്കില്ല. അവളെ ചതിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാലും അവളുടെ ഹസ്ബൻഡും ഫാമിലിയും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാശ് അവളുടെ അടുത്ത് നിങ്ങൾ എത്തിച്ചെങ്കിലേ പറ്റൂ. അങ്ങനെ അന്ന് രാത്രി തന്നെ ഹരി ദുബായിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ജൂലിയറ്റിന്റെ കയ്യിൽ നിന്നും അവനെടുത്ത ആ റെയിൻകോട്ടിലുണ്ടായിരുന്ന ആ മാല അവൻ ശ്രദ്ധിക്കുന്നത്. തന്റെ മകളുടെ കഴുത്തിൽ നിന്നും അച്ഛൻ തന്ന മാലയില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ഊരിയെടുത്ത് തന്റെ പോക്കറ്റിലേക്ക് ഇടുന്നത് അവന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മാലയുടെ ലോക്കറ്റ് കണ്ട് അവൻ ശരിക്കും ഞെട്ടിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പ് ആ കൊലപാതകം നടന്ന രാത്രിയിൽ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിറന്നാൾ സമ്മാനമായിട്ട് ഹരി കരുതി വെച്ചിരുന്ന അതേ ലോക്കറ്റ് തന്നെയാണത്. അത് അവളുടെ ഹസ്ബൻഡ് ഭാസ്കർ എടുത്ത് ഗിഫ്റ്റായിട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആരും അറിയാതെ ഭാസ്കറിനെ കണ്ട് അവനെ ഭീഷണിപ്പെടുത്തി സത്യങ്ങളെല്ലാം പറയിപ്പിക്കുന്നു. ഒരു സൈഡിലും മല്ലിയിൽ നിന്നും എല്ലാ സത്യങ്ങളും പോലീസുകാരായ രാംബാബുവും ജാനകിയും മനസ്സിലാക്കുമ്പോൾ ഭാസ്കറിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പല കാര്യങ്ങളും ഹരിയും മനസ്സിലാക്കുന്നു. ഇപ്പോൾ ജൂലിയറ്റിന്റെ ഹസ്ബൻഡായിട്ടുള്ള ഭാസ്കർ അന്ന് അവളുടെ ചേട്ടൻ രമേശിന്റെ സുഹൃത്തായിരുന്നു. ജൂലിയറ്റിന്റെ പിറന്നാൾ ദിവസം ഹരിയും ജൂലിയറ്റും അമ്പലത്തിൽ കൈകോർത്തുനിന്ന് സംസാരിക്കുന്നതും അവർക്ക് കാവലായിട്ട് മല്ലി നിൽക്കുന്നതും ഭാസ്കർ കണ്ടിട്ടുണ്ടായിരുന്നു. ഭാസ്കറിന് ഓൾറെഡി ജൂലിയറ്റിനെ ഇഷ്ടമാണ്. അത് കാരണം ഇവർക്ക് കാവൽ നിന്ന മല്ലിയോട് അവൻ ദേഷ്യപ്പെടുന്നു. കൂടാതെ ജൂലിയറ്റും ഹരിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസും അവരറിയാതെ ഭാസ്കർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭാസ്കർ രമേശിനെ അറിയിക്കുന്നു. അങ്ങനെയാണ് രമേശും മല്ലിയും തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഭാസ്കർ രമേശിനോട് പറയുന്നുണ്ട് ഹരി താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണെന്നും ഒരു കാരണവശാലും എന്റെ പെങ്ങളെ അവന് ലഭിക്കാൻ പാടില്ലെന്നും. രമേശിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്ത് അന്ന് രാത്രി മല്ലിയുടെ ഹരിയുടെയും വീട്ടിലേക്ക് കൊണ്ടുപോയതും ഭാസ്കർ തന്നെയായിരുന്നു. അവർക്ക് കാവലായിട്ട് മല്ലി നിന്നതിലുള്ള ദേഷ്യമായിരുന്നു മല്ലിയെ ഉപദ്രവിക്കാൻ രമേശും കൂട്ടരും വന്നതിന്റെ കാരണവും. മല്ലിയവർ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹരി ശ്രമിച്ചത്. രമേശ് വീണ്ടും പോയി അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അത് കാരണമാണ് ഹരി അവനെ കൊന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഓടിവന്ന ജൂലിയറ്റിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഹരി മല്ലിയെ രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്ന്. എന്നാൽ ഭാസ്കർ തന്റെ അങ്കിളായ പോലീസുകാരനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ഹരിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ജൂലിയറ്റ് തന്റെ അമ്മയോടും ബാക്കിയുള്ള ആൾക്കാരോടും വളരെയധികം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ്. എന്റെ ചേട്ടനാണ് ആ പെൺകുട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ചതെന്ന്. പക്ഷെ ഭാസ്കർ തന്റെ പോലീസുകാരനായ അങ്കിളിനെ യൂസ് ചെയ്ത് ഹരിയെ എൻകൗണ്ടറിലൂടെ കൊല്ലാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ഇത് മനസ്സിലാക്കിയ ജൂലിയറ്റ് ആകട്ടെ അവരോട് പറയുന്നുണ്ട് ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ താൻ ജീവിച്ചിരിക്കില്ല എന്ന്. ജൂലിയറ്റിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന ഭാസ്കറിന് നഷ്ടപ്പെടുത്താൻ വയ്യായിരുന്നു. അതുകൊണ്ട് അവൻ അവരോട് പറയുന്നുണ്ട് ഹരിയെ കൊല്ലണ്ട, അവനെ ജയിലിൽ അയച്ചാൽ മതിയെന്ന്. അവൻ അടുത്ത കാലത്തൊന്നും തന്നെ പുറത്തിറങ്ങാൻ പാടില്ല. ഹരിയെ കൊല്ലാതെ വിടുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തും കേൾക്കാമെന്നും ജൂലിയറ്റ് അവരോട് പറഞ്ഞു. ആ അവസരം മുതലെടുത്ത് ഭാസ്കർ ജൂലിയറ്റിനെ സ്വന്തമാക്കിയായിരുന്നു. ഹരിയെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് ഭാസ്കറിന്റെ അങ്കിളും ബാക്കിയുള്ള പോലീസുകാരും ചേർന്നിട്ട് മല്ലിയെ ഭീഷണിപ്പെടുത്തുന്നു. ഹരിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറയുന്നു. എന്നിട്ട് ഈ നാട് വിട്ട് പോകണമെന്നും പറഞ്ഞു. കൂടാതെ ജൂലിയറ്റിനോട് അവർ പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ നശിപ്പിച്ച കേസും നിന്റെ സഹോദരനെ കൊന്ന കേസും എല്ലാം തന്നെ ഹരിയുടെ മുകളിൽ തന്നെ വരും, നീയും മൊഴി കൊടുക്കണമെന്ന്. ഹരിയവർ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അവൾ ഹരിക്കെതിരെ മൊഴി കൊടുത്തത്. അന്ന് രാത്രി ഹരി അവൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ആ സർപ്രൈസ് ലോക്കറ്റ് ഭാസ്കർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്റെ ഗിഫ്റ്റ് എന്നുള്ള വ്യാജേനയാണ് അവനത് പിന്നീട് ജൂലിയറ്റിന് കൊടുത്തത്. പക്ഷെ ഭാസ്കർ ഇവിടെ ഹരിയോട് പറയുന്നത് അന്ന് ഞാൻ നിന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്, ഞാൻ പറഞ്ഞിട്ടാ എന്റെ അങ്കിള് നിന്നെ കൊല്ലാതെ വെറുതെ വിട്ടതെന്നൊക്കെ. എന്നാൽ ഹരിക്ക് മനസ്സിലായി ഇതെല്ലാം ഭാസ്കറിന്റെ പ്ലാനിംഗ് ആയിരുന്നുവെന്ന്. അല്ലായിരുന്നുവെങ്കിൽ അവൻ ആ ലോക്കറ്റ് കൈക്കലാക്കിയ ശേഷം തന്റെ ഗിഫ്റ്റ് ആയിട്ട് ഒരിക്കലും ജൂലിയറ്റിന് കൊടുക്കില്ലായിരുന്നു. ഇനിയെപ്പോഴൊരു ദുഷ്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പാവം ജൂലിയറ്റ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും തെറ്റുകൾ ചെയ്ത നിനക്ക് ഇനിയൊരു ഹൃദയത്തിന്റെ ആവശ്യമില്ല. ഹരി അവനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അവന്റെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ
സമയം ഭാസ്കർ അവനോട് പറയുന്നുണ്ട്, ഹൃദയം എനിക്ക് വേണ്ടിയല്ല ജൂലിയറ്റിന് വേണ്ടിയാണെന്ന്. ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നത് അവൾക്കാണ്. അത് കേട്ടതും ഹരി ഞെട്ടി. ശരിക്കും ഭാസ്കറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോവിഡ് സമയത്ത് അയാളുടെ ലങ്സിന് കുറച്ച് ഇൻഫെക്ഷൻ വന്നു. അതുകൊണ്ടാണ് ICUയിൽ കിടക്കുന്നത്. യഥാർത്ഥ ഹേർട്ട് പേഷ്യന്റ് ജൂലിയറ്റ് ആണ്. അപ്പോഴാണ് ഹരി ഓർക്കുന്നത്, ഈ ദിവസങ്ങളിലെല്ലാം പലപ്പോഴായിട്ട് അവൾ ഗുളികകൾ കഴിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആസ്മയുടെ ഗുളികയാണെന്നാണ് അവൻ കരുതിയത്. എന്നാൽ ഇപ്പോഴാണ് അവന് മനസ്സിലായത് അവളുടെ ഹൃദയത്തിന് പ്രശ്നമുണ്ടെന്ന്. മല്ലിയുടെ അടുത്തു നിന്നും സത്യങ്ങൾ മനസ്സിലാക്കിയ ജാനകിയും രാംബാബുവും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. വർഷങ്ങളായിട്ട് ഹരി എല്ലാവരും തെറ്റിദ്ധരിച്ചതാണ്. എന്നാലും ഇവർക്ക് അവനെ വെറുതെ വിടാൻ പറ്റില്ല. ഇപ്പോൾ നടന്ന റോബറികളിലെല്ലാം തന്നെ അവൻ തന്നെയാണ് പ്രതി. അവനെ അറസ്റ്റ് ചെയ്തെങ്കിലേ പറ്റൂ. മോഷണത്തിൽ ഹരിയുടെ കൂടെ ഉണ്ടായിരുന്നത് ജൂലിയറ്റ് ആണെന്ന് രാംബാബുവിന് ഉറപ്പായി. ജൂലിയറ്റിന് വേണ്ടുന്ന കാശ് എത്തിച്ചു കൊടുക്കണമെന്ന് ഇഷാഖ് ബായിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്നാൽ ആ കാശ് അയാൾ അവിടെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആ സോളമന്റെ കയ്യാളായ പോലീസുകാരൻ പ്രസാദ് അവിടേക്ക് വരികയും ഹരിയുടെ കൂടെ മുൻപ് ജയിലിലുണ്ടായിരുന്നത് ഇഷാഖ് ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അയാളെയും കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയെല്ലാം കൊന്നിട്ട് പ്രസാദ് ആ പണവുമായിട്ട് അവിടെ നിന്നും കടന്നു കളഞ്ഞു. രാംബാബു നമ്മുടെ ജൂലിയറ്റിനെ അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ അവിടെ നിന്നും രാംബാബുവും ജാനകിയും മനസ്സിലാക്കി ജൂലിയറ്റിന് നമ്മളെ ഹരി വിളിക്കുന്ന സരസ്വതി ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന്. ഇപ്പോഴും അവളുടെ ഓപ്പറേഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. പേയ്മെന്റ് ഇതുവരെ അടയ്ക്കാത്തതുകൊണ്ടാണ് അത് നടക്കാത്തതെന്ന് അവർ ഹോസ്പിറ്റലിൽ നിന്ന് മനസ്സിലാക്കി. ജൂലിയറ്റിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവളുടെ ഫ്രണ്ട് ശാന്തിയെ കണ്ടപ്പോൾ അവൻ അറിയുന്നുണ്ട് ജൂലിയറ്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നുവെന്ന്. പലയിടത്തു നിന്നും അവൾ പണം അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒരിടത്തു നിന്നും പണം കിട്ടിയില്ല. തന്റെ മകളെ ഒരുപാട് സ്നേഹിക്കുന്ന അവൾക്ക് മകളെ ഒറ്റയ്ക്കാക്കി മരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. പണം അറേഞ്ച് ചെയ്യാൻ അവൾ എവിടേക്കോ പോയിരിക്കുകയാണെന്ന് ഹരിക്ക് മനസ്സിലായി. ഇഷാഖ് ഭായ് എന്തുകൊണ്ടാണ് പണം കൊടുക്കാഞ്ഞതെന്ന് അവനും ചിന്തിക്കുന്നു. അവൻ കോള് ചെയ്യുന്നുണ്ടെങ്കിലും അയാളെ എപ്പോഴേക്കും പ്രസാദ് കൊന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇഷാഖ് ഭായിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഹരിയാകട്ടെ ചിന്നിയുടെ കയ്യില് ആ ലോക്കറ്റ് അടങ്ങുന്ന മാല കൊടുക്കുന്നു. മാജിക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അവളുടെ കയ്യിലേക്ക് അവൻ ആ മാല കൊടുത്തത്. കാശുണ്ടാക്കാൻ വേറെ നിവൃത്തിയില്ലാതെ കരുണ ഹോസ്പിറ്റലിന്റെ അടുത്ത ബ്രാഞ്ചിൽ പോയി മോഷ്ടിക്കാനായിരുന്നു നമ്മുടെ ജൂലിയറ്റ് തീരുമാനിച്ചത്. അവൾ അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇഷാഖ് ഭായിയെ തേടിപ്പോയ ഹരി മനസ്സിലാക്കുന്നുണ്ട് അയാളെ കൊന്ന ശേഷം സോളമന്റെ ആൾക്കാർ കാശും കൊണ്ട് പോയെന്ന്. ശരിക്കും സോളമൻ ഒരു പ്ലാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മോഷ്ടിക്കാൻ വരുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട്. തന്റെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ആരോ ആണ് ഈ മോഷ്ടാക്കൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതെന്ന് സോളമൻ മനസ്സിലാക്കിയിട്ട് ഇന്ന് ട്രാൻസാക്ഷൻ നടക്കാൻ പോകുന്നത് ബാംഗ്ലൂർ ബ്രാഞ്ചിലാണെന്ന് എല്ലാ സ്റ്റാഫിനെ അറിയിച്ചു. അതുകൊണ്ടാണ് ജൂലിയറ്റ് ആ ബ്രാഞ്ചിലേക്ക് തന്നെ പോയി മോഷ്ടിക്കാൻ തീരുമാനിച്ചത്. ജൂലിയറ്റിന്റെ പ്ലാൻ എന്താണെന്നുള്ള കാര്യം ഹരിയും മനസ്സിലാക്കി. ജൂലിയറ്റ് ഹോസ്പിറ്റലിലെത്തി പണവും മോഷ്ടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴേക്കും പോലീസുകാരും സെക്യൂരിറ്റീസും അവൾക്ക് നേരെ വെടിയുതിർക്കുന്നു. അവളുടെ കാലിന് വെടിയേറ്റിട്ടുണ്ടായിരുന്നു. പ്രസാദ് അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നതും കറക്റ്റ് സമയത്ത് ഹരി വന്ന് അവളെ രക്ഷിക്കുന്നു. പ്രസാദിനെ കൊന്നിട്ടാണ് അവളെ കൊണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ജൂലിയറ്റിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. നിന്റെ ഫേസ് കണ്ട ഒരേ ഒരാള് ആ പ്രസാദാണ്. അയാളെ ഞാൻ കൊന്നു. ബാക്കി ആരും നിന്റെ ഫേസ് കണ്ടിട്ടില്ല. മോഷണ ശ്രമത്തിൽ എന്റെ കൂടെ നീയാണുണ്ടായിരുന്നതെന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് നീ പണം എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ നടത്തണം. വണ്ടി നന്നായിട്ട് ഓടിക്കാൻ അറിയാത്ത അവനാകട്ടെ അവളെയും കൊണ്ട് എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ചു പോകുന്നു. ഗിയറിടാൻ അവളും അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരെ ഫോളോ ചെയ്ത് പോലീസുകാരൻ വരുന്നു. എന്നാൽ ഒരിടത്ത് വെച്ചിട്ട് ഹരി അവളോട് പറയുന്നുണ്ട്, നീ പണവുമായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ. ഇവിടെ ഞാൻ ആ നേഴ്സിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഈ പോലീസുകാരെ ഞാൻ ഇവിടെ തടഞ്ഞു നിർത്താമെന്ന്. തന്റെ ഫോണിൽ ഒരു ടൈമറും ഓണാക്കി വെച്ചിട്ടാണ് അവൻ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ഹോസ്പിറ്റലിൽ എത്താൻ എത്ര മിനിറ്റ് ഉണ്ടെന്ന് അവന് കാൽക്കുലേറ്റ് ചെയ്യാം. അത്രയും നേരം പോലീസുകാരെ അവനവിടെ തടഞ്ഞു നിർത്തും. അങ്ങനെ അവൻ പറഞ്ഞ പ്രകാരം ജൂലിയറ്റ് അവിടെ നിന്ന് കാശുമായിട്ട് പോയി. പോലീസുകാരെ അവളുടെ പിറകെ പോകാതെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഹരി അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്ക് ഹരിയുടെ കയ്യിലും വെടിയേറ്റു. ഉള്ള ടൈമർ നിന്നതും അവൻ സന്തോഷത്തോടു കൂടി പോലീസുകാരോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ എന്നെ പിടിച്ചാലും പിടിച്ചില്ലേലും എനിക്കൊരു പ്രശ്നമില്ലാന്ന്. അപ്പോഴേക്കും ജൂലിയറ്റ് കാശുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും നേരം ഒളിച്ചിരുന്ന ഹരിയാകട്ടെ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പോലീസുകാർ അവനെ വെടിവെക്കുകയും അവന്റെ ശരീരത്തിൽ 2 വെടിയുണ്ട തുളച്ചു കയറുകയും ചെയ്തു. എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് രാംബാബുവിന് താൻ ഇട്ടിരുന്ന മാല വരെ ഊരി മാറ്റേണ്ടി വന്നു. ഞാൻ ഇന്നേ വരെ ദൈവത്തിനോട് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ലെന്നും പക്ഷെ ഇന്ന് എനിക്ക് ചോദിക്കണമെന്ന് തോന്നുന്നുവെന്നും അവൻ പറയുന്നു. എന്റെ ഒരു ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് രാംബാബുവിനോട് എന്തോ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് അറിയാം. അവസാനമായിട്ട് തന്റെ ജൂലിയറ്റിനെ നോക്കണമെന്നും അവൻ പറയുന്നുണ്ട്. തൽക്കാലിക മോഷണ കേസിൽ ഹരിയെ മാത്രമാണ് അവർ കുറ്റവാളിയാക്കിയത്. വെടിയുണ്ടകളേറ്റ് അവൻ സ്പോട്ടിൽ മരിക്കുകയും ചെയ്തു. ഇത് കാണിക്കുന്നത് ഏകദേശം 1 മാസത്തിന് ശേഷമുള്ള കഥയാണ്. ജൂലിയറ്റിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ ഓക്കെയാണ്. അവളുടെ ഹസ്ബൻഡും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തി. അന്ന് അവളുടെ മകൾ ചിന്നിയുടെ പിറന്നാളായിരുന്നു. പക്ഷെ രാംബാബു അവളെ കണ്ടിട്ട് ഭാസ്കർ ചെയ്ത കാര്യങ്ങളെ പറ്റി എല്ലാം തന്നെ പറയുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് രമേശിനെ അറിയിച്ചതും രമേശിനെ പ്രൊവോക്ക് ചെയ്ത് മല്ലിയെ ഉപദ്രവിക്കാൻ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതും എല്ലാം തന്നെ ഭാസ്കർ ആയിരുന്നു. ഈ കാര്യങ്ങൾ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൾ ഭാസ്കറിനോട് സംസാരിക്കുന്നു. മല്ലിയെ പോയി കണ്ടിട്ട് പോലീസുകാർ പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു എന്ന് പറയുന്നു. സത്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയൊന്നും ഒളിപ്പിക്കേണ്ടെന്ന് ഭാസ്കരൻ പറയുന്നു. എനിക്ക് പണ്ടേ നിന്നെ ഇഷ്ടമായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട അവൻ ഒരിക്കലും നിന്നെ സ്വന്തമാക്കാൻ പാടില്ലെന്ന് താൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം ചെയ്തത്. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് വന്നതാ. പക്ഷെ ഇപ്പോൾ എന്താ അവസ്ഥ? അവൻ തന്നെ ചത്തു. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി വിഷമത്തോടെ നിൽക്കുന്ന ജൂലിയറ്റിനെ നോക്കി അവൻ ചോദിക്കുന്നുണ്ട്, നീ ഹരിയുടെ കൂടെ കിടന്നായിരുന്നു എന്ന്. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും മറ്റാരും ഇതൊന്നും അറിയാൻ പാടില്ല. മറ്റുള്ള ആൾക്കാർ എന്റെ ഭാര്യയെക്കുറിച്ച് മോശം പറയുന്നത് എനിക്ക്
എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെയുള്ള പെൺകുട്ടിയാണെന്ന് ആരും അറിയണ്ട, ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. അതും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി. എന്നാൽ ജൂലിയറ്റിന്റെ മനസ്സ് നിറയെ ദേഷ്യമായിരുന്നു. ആൾക്കാരുടെ മുന്നിൽ ഭാസ്കറിന്റെ സത്യാവസ്ഥ തുറന്നു കാണിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. വർഷങ്ങളായി അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന അവളും ഹരിയും ചേർന്നിരിക്കുന്ന ഒരു ഫോട്ടോ അവൾ എല്ലാവരുടെയും മുന്നിലൂടെ കൊണ്ടുപോയി അവിടെയുള്ള ഭിത്തിയിലേക്ക് തൂക്കുന്നു. ഇത് കണ്ടതും ഭാസ്കറിന് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൾ വന്ന് അവന്റെ മുഖത്ത് കുറെ അടിക്കുന്നു. ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ചു പറയുന്നു. എന്നെപ്പോലെ ഒരുത്തിന്റെ കൂടെ ജീവിക്കാൻ ഒരിക്കലും താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. ആ സമയം ചിന്നി വന്ന് അവളോട് ചോദിക്കുന്നുണ്ട്, ഹരിയെങ്കിൽ തിരിച്ചു വരുമോ എന്ന്. മരിച്ചുപോയ അവൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ജൂലിയറ്റിന് അറിയാം. പക്ഷെ ആ സമയം ചിന്നിയാകട്ടെ അവളുടെ കയ്യിലേക്ക് ആ ലോക്കറ്റ് കൊടുക്കുന്നു. ഹരിയെങ്കിൽ ലാസ്റ്റ് വന്ന സമയത്ത് എനിക്കൊരു മാജിക് കാണിച്ചു തന്നു പറയുന്നു. ആ ലോക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന രീതിയായിരുന്നു അവൻ ചിന്നിക്ക് കാണിച്ചു കൊടുത്തത്. അതിനുള്ളിൽ ഒരു റിംഗ് ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ജൂലിയറ്റിന്റെ പിറന്നാൾ ദിവസം അവളെ പ്രപ്പോസ് ചെയ്യാനായിരുന്നു വീട്ടിലേക്ക് അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ലോക്കറ്റിനകത്ത് റിംഗുള്ള കാര്യം ഹരിക്ക് മാത്രമേ അറിയൂ. സങ്കടത്തോടുകൂടി ജൂലിയറ്റ് തന്റെ വിരലിലേക്ക് ആ റിംഗ് എടുത്തിടുന്നു. ഇവിടെ ജാനകി രാംബാബുവിനോട് പറയുന്നുണ്ട്, അവർ രണ്ടുപേരും പരസ്പരം എത്രത്തോളം പ്രണയിച്ചതാണ്. തെറ്റ് ചെയ്തവന് ഒരു ശിക്ഷയും ലഭിച്ചില്ല. പാവം ഹരിക്ക് അവന്റെ ജീവൻ നഷ്ടമായി. അവളെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച ഹരി ഇപ്പോൾ അവളുടെ കൂടെയില്ല. എന്നാൽ രാംബാബു പറയുന്നുണ്ട് അവൻ അവളുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. ഇനിയാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഹോസ്പിറ്റൽ പണവുമായി എത്തിയ ജൂലിയറ്റിന് ഓപ്പറേഷൻ നടത്താനുള്ള ഹേർട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. ഹേർട്ട് ഹോസ്പിറ്റലുകാർ ആർക്കോ മറിച്ചു വിറ്റുവെന്ന് ഹരിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നേഴ്സ് അയച്ച ആ മെസ്സേജ് കണ്ടതും ഹരി തീരുമാനിച്ചു ജൂലിയറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഹൃദയം അവൾക്ക് കൊടുക്കാമെന്ന്. അതുകൊണ്ടാണ് പോലീസുകാർ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ടും അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചത്. പോലീസുകാരുടെ വെടി അവന്റെ വയറ്റിലാണ് കൊണ്ടത്. അവന്റെ ഹൃദയം സേഫ് ആയിരുന്നു. രാംബാബുവിനോട് അവൻ രഹസ്യമായിട്ട് പറഞ്ഞതും ഇത് തന്നെയായിരുന്നു, തന്റെ ഹൃദയം ജൂലിയറ്റിന് കൊടുക്കണമെന്ന്. കാരണം അവർ രണ്ടുപേരുടെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ്. മൂവിയുടെ തുടക്കത്തിൽ ബ്ലഡ് ഡൊണേഷൻ വന്ന സമയത്ത് തന്റെ ബ്ലഡ് ഗ്രൂപ്പും അവളുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നാണെന്ന് ഹരി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെയും AB നെഗറ്റീവ് ആണ്, റയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്. വർഷങ്ങൾക്ക് മുമ്പ് ഹരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ അവൾ ത്യജിച്ചു. ഇഷ്ടമില്ലാത്ത ഭാസ്കറിനെ വിവാഹം കഴിച്ചു. പക്ഷെ ഇന്ന് അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹരി അവന്റെ ഹൃദയം തന്നെ അവൾക്ക് കൊടുത്തു. അവൾക്കായിട്ട് അവൻ ഹൃദയം കൊടുത്ത കാര്യം അവൾക്കറിയാമോ എന്ന് ജാനകി രാംബാബുവിനോട് ചോദിക്കുമ്പോൾ അയാൾ ഒന്നും പറയുന്നില്ല. ആ സമയം വർഷങ്ങൾക്ക് മുമ്പ് ഇവർ പരസ്പരം സംസാരിച്ച കാര്യം ജൂലിയറ്റ് ആലോചിക്കുന്നു. വിരലിൽ മോതിരമിടുന്നതിന് കാരണം ഇതിലെ വെയിൻ കറക്റ്റ് ആയിട്ട് ഹേർട്ടിലോട്ട് പോകുന്നത് കൊണ്ടാണ്. അന്ന് സംസാരിച്ച ആ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടായിരുന്നു ജൂലിയറ്റ് തന്റെ കയ്യിലേക്ക് ആ മോതിരം ഇട്ടതും. അവളുടെ ഹരി അവളോടൊപ്പം അവളുടെ ഹൃദയമായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.